വേനൽക്കാലം പൊതുവെ ആനകൾക്ക് ദുരിതങ്ങളുടെ കാലമാണ്. ഈ കൊടിയ വേനലിൽ പുറത്തിറങ്ങാൻ നാം മനുഷ്യർ പോലും വളരെയേറെ ബുദ്ധിമുട്ടുന്ന സമയമാണ്. അപ്പോൾ പിന്നെ 3-4 ആൾക്കാരെ പുറകിലേറ്റി അല്ലെങ്കിൽ ചുമലിലേറ്റി തിടമ്പും വഹിച്ചുകൊണ്ടുള്ള ആനയുടെ കഷ്ടപ്പാടിൻ്റെ കഥ നാം പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ കൂടുതലായും ഏപ്രിൽ മുതൽ മെയ് മാസം വരെയാണ്. മാർച്ച്, ഏപ്രിൽ, അതായത് വേനൽ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഉത്സവാഘോഷങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ വേനൽക്കാലം ആനകൾക്ക് ദുരിതങ്ങളുടെ കാലം എന്ന് തന്നെ പറയാം. വേനൽക്കാലത്ത് ആനകൾക്ക് വേണ്ടത് പരിപൂർണ വിശ്രമവും നല്ല ആഹാരവും ആവശ്യത്തിന് കുടിവെള്ളവുമാണ്. എന്നാൽ ആന പരിപാലന രംഗത്തെ അറിവില്ലായ്മ മൂലം അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള തിടുക്കം മൂലം പലപ്പോഴും ആനകൾക്ക് വേണ്ട പരിഗണന ഈ കാലത്ത് നൽകാതെ വരുന്നു. ഉത്സവ എഴുന്നള്ളിപ്പുകൾക്കും മറ്റും ആനയെ ഉപയോഗിക്കുമ്പോൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പാപ്പാന്മാരോ അതുപോലെ തന്നെ ആന ഉടമയോ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഉത്സവ സീസണിൽ ആന ഇടയുന്നു എന്നത് ഒരു നിത്യസംഭവമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു വരുന്നത്. ഉത്സവ എഴുന്നള്ളിപ്പുകൾക്കും മറ്റും ആനയെ കൊണ്ടുപോകുമ്പോൾ ആവശ്യത്തിന് ജലമോ ഭക്ഷണമോ വിശ്രമമോ അവയ്ക്ക് നൽകാറില്ല. ഒരു ദിവസം ഏകദേശം 200 മുതൽ 260 ലിറ്റർ വരെ വെള്ളം ഒരു ആനയ്ക്ക് ആവശ്യമുണ്ട്. ഇത് 3-4 തവണയായി 50 മുതൽ 60 ലിറ്റർ വരെ ആണ് ഒരു തവണ. 3-4 തവണകളിലായി ഓരോ തവണയിലും 50 മുതൽ 60 ലിറ്റർ വരെ വെള്ളം ആണ് ആന കുടിക്കാനായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത്തരം ഉത്സവ എഴുന്നള്ളിപ്പിനിടയിൽ ഇത്തരത്തിൽ ആനയ്ക്ക് ജലം നൽകാൻ പലപ്പോഴും കഴിയാതെ വരുന്നുണ്ട്. ഇത്തരം അസ്വസ്ഥതകളാണ് പലപ്പോഴും ആനകളെ ഇടച്ചിലുകളിലേക്ക് നയിക്കുന്നത്. ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയില്ലാത്തതോ അല്ലെങ്കിൽ ഒരു വന്യജീവി എന്നുള്ള രീതിയിൽ ആനയെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്തതോ ഈ രീതിയിലുള്ള ഇടച്ചിലിന് കാരണമാകാറുണ്ട്. തുടർച്ചയായി ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്ന ഒരു മൃഗമാണ് ആന. ഇതിൻ്റെ കഴിക്കുന്ന ആഹാരം ദഹനപ്രക്രിയ നടക്കുന്നത് മൂലം ഏകദേശം 40% ദഹനത്തിൻ്റെ ഫലമായി ഊർജമായി ആനയ്ക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ 60% വിസർജ്യമായി പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആന ഇത്തരത്തിൽ തുടർച്ചയായി ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ ദിവസത്തിൻ്റെ ഏതാണ്ട് 80%-ലധികം സമയവും ആന ഭക്ഷണം കഴിക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നാട്ടാനകൾക്ക് ഈ രീതിയിലുള്ള ഒരു സമയം കൊണ്ടുള്ള ഒരു ലാഭം അല്ലെങ്കിൽ സമയമനുസരിച്ച് അവയ്ക്ക് ഭക്ഷണം കിട്ടുന്നില്ല. അതുപോലെ തന്നെ വെള്ളം കുടിയുടെ കാര്യത്തിലും ഈ വൈരുദ്ധ്യമുണ്ട്. സാധാരണ ആനയുടെ ശരീരം ചൂടായിരിക്കുമ്പോൾ അത് ഒരിക്കലും വെള്ളം കുടിക്കാറില്ല. ആനയുടെ ശരീരം നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ആന വെള്ളം കുടിക്കാറുള്ളൂ. എന്നാൽ എഴുന്നള്ളിപ്പിനും മറ്റും കൊണ്ടുപോകുന്ന അവസരങ്ങൾ ഇത്തരത്തിൽ ആനയുടെ ശരീരം തണുപ്പിക്കാനോ അല്ലെങ്കിൽ തണുപ്പിച്ചതിന് ശേഷം അവകൾക്ക് ജലം നൽകുന്നതിനോ ഒന്നും ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആനയുടെ ഇടച്ചിലിന് കാര്യമാകാറുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ആനയുടെ ആരോഗ്യത്തെയും വളരെ ദോഷകരമായി ബാധിക്കാറുണ്ട്. കടുത്ത ചൂടും വിശ്രമമില്ലാത്ത എഴുന്നള്ളിപ്പുകളും അതുപോലെ തന്നെ നിർജ്ജലീകരണവും പാപ്പാന്മാരുടെ മർദ്ദനവുമൊക്കെ പലപ്പോഴും ഈ കാലയളവിൽ ആനകളുടെ ഇടച്ചിലിന് കാരണമാകാറുണ്ട്. ആനകളെ മനഃപൂർവ്വം ദ്രോഹിക്കുന്നവരും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഫ്ലാഷ് ലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് പലപ്പോഴും ആനകളെ പ്രകോപിപ്പിക്കാറുണ്ട്. ഇതൊക്കെ പലപ്പോഴും ആനയുടെ ഇടച്ചിലിന് ഇടവരുത്തുന്നുണ്ട്. വേനൽക്കാലത്ത് ഇത്തരത്തിൽ ആനകൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ കണക്കിലെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മദപ്പാടിൽ നിൽക്കുന്ന ആനകളെ എഴുന്നള്ളിക്കുന്നതും വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെയുള്ള കാലഘട്ടം ആന ഉടമകളെ സംബന്ധിച്ച് വരുമാനമുണ്ടാക്കാനുള്ള സമയമാണ്. വരുമാനമുണ്ടാക്കുന്നതിനോടൊപ്പം ഒരു ജീവി എന്നുള്ള രീതിയിൽ അതിനുള്ള പരിഗണനയും കരുതലും നൽകിയാൽ ഇത്തരത്തിൽ ഉത്സവ സീസണുകളിൽ ആനയുടെ ഇടച്ചിൽ ഒഴിവാക്കുകയും തന്മൂലം സമൂഹത്തിനുണ്ടാവുന്ന നാശം ഇല്ലാതാക്കുകയും ചെയ്യാവുന്നതാണ്.